എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. പശ്ചിമേഷ്യയിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത അതീവ ഗുരുതരമായിട്ടുള്ള ഗൗരവമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ സംസാരിച്ചിരുന്ന ആ താൽക്കാലിക യുദ്ധവിരാമമുണ്ടല്ലോ, വെടിനിർത്തൽ, സീസ് ഫയർ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ വെറും പേപ്പറിലായിട്ട് മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. ജൂൺ 11 തീയതിയായ ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ നോക്കിയാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം: മിഡിൽ ഈസ്റ്റിലെ ആ സമാധാന അന്തരീക്ഷം പ്രായോഗികമായിട്ട് പൂർണ്ണമായിട്ടും തകർന്നു കഴിഞ്ഞു. ഇപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ കൈവിട്ട അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടുള്ള സൈനിക പോരാട്ടമാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലായിട്ട് അമേരിക്കൻ സൈന്യം ഇറാന്റെ ആഭ്യന്തര മണ്ണിലേക്ക് തുടർച്ചയായിട്ടുള്ള 2ാം ദിവസവും ശക്തമായിട്ടുള്ള വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് ഇറാൻ വെറുതെ ഇരുന്നില്ല കേട്ടോ. നമ്മൾ ഈ യുദ്ധത്തിൻ്റെ തുടക്കം മുതലേ കാണുന്നതാണ്, ഇറാൻ ശക്തമായിട്ട് തിരിച്ചടിക്കുമല്ലേ, അതുപോലെ തന്നെ ഇപ്പോഴും തിരിച്ചടിച്ചിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ അവർ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം അഴിച്ചുവിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഈ ഒരു സംഘർഷം കുറച്ച് ശാന്തത കൈവരിച്ചിരുന്നു. പക്ഷേ നമ്മളൊക്കെ അപ്പോൾ ആശങ്കപ്പെട്ടിരുന്നത് ഇനിയും വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെടുമോ, എന്തെങ്കിലും ഒരു സ്പൈക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണല്ലേ. എന്തായാലും ആ ഒരു ആശങ്ക നമ്മുടെ കൺമുമ്പിൽ യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. ഈ യുദ്ധത്തിൻ്റെ ഒരു പോക്ക് നിങ്ങൾ നോക്കിയാൽ, ഞാൻ ഒരുപാട് വീഡിയോസിൽ സംസാരിച്ചതാണ്, ഒരു സൈൻ വേവ് പോലെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇങ്ങനെ താഴത്തെത്തും, ഇവിടുന്ന് എന്തെങ്കിലും ഒരു പോയിന്റ്, പ്രധാനമായിട്ടും ട്രംപിൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് വീണ്ടും നേരെ യുദ്ധം മുകളിലേക്ക് പോവുകയാണ്. ഇത് തന്നെയാണ് ഈ യുദ്ധം തുടങ്ങിയ നാൾ മുതലേ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. എന്തായാലും ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട ഈ ഒരു ആക്രമണങ്ങളുണ്ടല്ലോ, 2-3 ദിവസമായിട്ടുള്ളൂ ആ ഒരു വീണ്ടും പ്രശ്നങ്ങളായിട്ട് ആ ഒരു യുദ്ധം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളെ വരെ നേരിട്ട് ബാധിച്ചിരിക്കുകയാണ്. അതിനപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായിട്ടുള്ള ആ ഒരു ശിരയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും അടച്ചുവെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹോർമൂസ് നമ്മൾ തുടക്കം മുതലേ സംസാരിക്കുന്നതാണ്, അത് അടച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും. അത് പൂർണ്ണമായിട്ടും അടച്ചില്ലെങ്കിൽ കൂടിയിട്ട് ഇന്ത്യൻ കപ്പലുകൾ കടത്തി വിട്ടു, പക്ഷേ ലിമിറ്റഡ് ആയിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ മറ്റ് കപ്പലുകളൊക്കെ അവിടെ കൂടെ പോകാൻ മടിച്ചതൊക്കെ കൊണ്ട് തന്നെ പെട്രോൾ വില കൂടി, LPG കിട്ടാൻ ബുദ്ധിമുട്ടായി, ഒരുപാട് റെസ്റ്റോറൻറ്റ് ഓണേഴ്സ് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ പൂർണ്ണമായിട്ടും അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അതോടൊപ്പം ഈ സംഭവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാടുകളിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഭീകരമായിട്ടുള്ള യൂ-ടേൺ ഉണ്ട്. ഞാൻ പണ്ട് മുതലേ പറയുന്നതാണ്, പുള്ളിക്ക് തലയ്ക്കെന്തോ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്വന്തം നിലപാടുകൾ പോലും മിനിറ്റുകൾക്കപ്പുറം മാറ്റുകയാണ്. അതായത് കാരണം വെറും 3 ദിവസം മുമ്പ് വരെ ട്രംപ് സംസാരിച്ചിരുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു നയതന്ത്ര ഭാഷയിലായിരുന്നു. ചർച്ചകൾക്ക് ഒപ്പുവയ്ക്കാൻ ഇറാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ ആക്രമണങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ച ട്രംപ് സമാധാന കരാറിലേക്ക് എത്താൻ വളരെ നല്ല സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജൂൺ 8 തീയതി ഇസ്രായേലും ഇറാനും നേരിട്ട് ആക്രമണം നടത്തിയപ്പോൾ പോലും 2 കൂട്ടരോടും ആക്രമണം നിർത്താൻ കർശനമായിട്ട് ആവശ്യപ്പെടുകയും, ഇനി ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ ബെഞ്ചമിൻ നെതന്യാഹു അല്ലേ, ഇസ്രായേൽ പ്രധാനമന്ത്രി. നെതന്യാഹുവിനോട് ട്രംപ് പറഞ്ഞ എന്തായിരുന്നെന്ന് അറിയാവോ? ഇറാന് മേലുള്ള ആക്രമണം ഇനിയും തുടർന്നാൽ അമേരിക്കയുടെ സഹായം ഉണ്ടാകില്ലെന്ന്, നിങ്ങൾ പൂർണ്ണമായിട്ടും തനിച്ചാകുമെന്ന് ട്രംപ് ഒരു രഹസ്യമായിട്ടുള്ള മുന്നറിയിപ്പ് നെതന്യാഹുവിന് കൊടുക്കുകയാണ്. എന്നാൽ ഒമാൻ തീരത്ത് അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നതോടെ ട്രംപിൻ്റെ നയം ഒറ്റയടിക്ക് മറിയുകയാണ്, ഒരു യൂ-ടേൺ എടുക്കുകയാണ്. ഇറാൻ ചർച്ചകൾക്കായിട്ട് ഒരുപാട് സമയം കളഞ്ഞെന്നും ഈ പുതിയ ആക്രമണങ്ങൾക്ക് അവർ വളരെ വലിയ വില നൽകേണ്ടി വരുമെന്നും ട്രംപ് കടുത്ത ഭാഷയിൽ പ്രഖ്യാപിക്കുകയാണ്. അതായത് സമാധാന ചർച്ചയുടെ വഴിയിൽ നിന്ന് മിനിറ്റുകൾക്കകം ഇറാൻ്റെ ഉള്ളിലേക്ക് ബോംബുകൾ വർഷിക്കുന്ന കടുത്ത സൈനിക നടപടിയിലേക്ക് ട്രംപ് പൂർണ്ണമായിട്ടും യൂ-ടേൺ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലായിട്ട് നമ്മൾ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണല്ലേ. വീണ്ടും യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. എപ്പോഴെന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റാത്ത തരത്തിൽ ലോകം മുഴുവൻ വലിയൊരു അനിശ്ചിതാവസ്ഥയിലാണ്. ഇങ്ങനെയുള്ള വാർത്തകൾ കാണുമ്പോൾ നമ്മളിൽ പലരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് സ്വന്തം കുടുംബത്തിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും. ഈ ലോകത്ത് എപ്പോഴെന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നതിൻ്റെ തെളിവല്ലേ ഇത്. നാളെ നമ്മളില്ലെങ്കിൽ പോലും നമ്മളുടെ ഫാമിലി സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ലാതെ സുരക്ഷിതമായിട്ട് ജീവിക്കണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിൻ്റെ കൂടെ ഒരു 500-600 രൂപ മാറ്റിവെക്കുക. അത് ലൈഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അങ്ങനെ 2 കോടിയും 2.5 കോടിയും ഒക്കെ കവറേജ് കിട്ടുന്ന വലിയ ടേം ഇൻഷുറൻസുകൾ എടുത്തു വയ്ക്കാൻ പറ്റും. മാർക്കറ്റിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള എന്നാൽ ഏറ്റവും ഉപകാരമായിട്ടുള്ള ലൈഫ് ഇൻഷുറൻസുകളാണ് ടേം ഇൻഷുറൻസുകൾ. ഇതുവരെ ടേം ഇൻഷുറൻസ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കയറി ബേസിക് ഡീറ്റെയിൽസ് കൊടുത്താൽ നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള കമ്പനികളുടെ വ്യത്യസ്ത ടൈം ഇൻഷുറൻസുകൾ നിങ്ങൾക്ക് കാണാം. കാലാവധി കഴിഞ്ഞാൽ അടച്ച പണം മുഴുവൻ തിരിച്ചു കിട്ടുന്നതും, കാലാവധിയുടെ ഇടയിൽ നമ്മൾ എങ്ങനെ മരണപ്പെട്ടാലും, അതിപ്പോൾ 80 വയസ്സാണെങ്കിലും 90 വയസ്സാണെങ്കിലും നമ്മുടെ ഫാമിലിക്ക് 2 കോടിയും 2.5 കോടിയും ഒക്കെ കിട്ടുന്ന, അതോടൊപ്പം ക്യാൻസർ പോലുള്ള ക്രിട്ടിക്കൽ ഇൽനെസ് വന്നാലും ആക്സിഡൻ്റൽ ഡിസേബിലിറ്റി വന്നാലും 1 കോടി പോലുള്ള വലിയ തുകകൾ നഷ്ടപരിഹാരം കിട്ടുന്നതുമായിട്ടുള്ള ഒരുപാട് ടൈം ഇൻഷുറൻസുകളുണ്ട്. നമ്മൾ നല്ലൊരു ഹെൽമെറ്റ് മേടിച്ച് വെക്കുന്നത് നാളെ തലതല്ലി റോഡിൽ വീഴുമെന്ന് വിചാരിച്ചിട്ടല്ലോ, അതുപോലെ തന്നെ നാളെ മരിക്കുമെന്ന്
വിചാരിച്ചിട്ടല്ല ഇതെടുത്ത് വയ്ക്കുന്നത്. നമ്മൾ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആകുന്നത് വരെ, അല്ലെങ്കിൽ നമ്മളുടെ ബാങ്കിലുള്ള പണം കൊണ്ട് ഫാമിലിക്ക് തുടർന്ന് ജീവിക്കാൻ കഴിയുന്നത് വരെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ടേം ഇൻഷുറൻസ് എടുക്കാൻ വയസ്സ് കൂടാൻ കാത്തു നിൽക്കരുത്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുന്നേ എടുത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ പ്ലാൻ എടുക്കാനുള്ള ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ളത്. നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യുക, നാളത്തേക്ക് മാറ്റിവെക്കരുത്. ഈ വലിയ സൈനിക സംഘർഷത്തിന് പ്രധാനമായിട്ടും 2 സമാന്തര ട്രാക്കുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് ലെബനൻ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടും ഇറാൻ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനും അതോടൊപ്പം ഇസ്രായേലും കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള നേരിട്ടുള്ള വ്യോമാക്രമണങ്ങൾ ഉൾപ്പെടുന്ന ഒന്നാണ്. രണ്ടാമത്തേത് ഒമാൻ തീരത്ത് അമേരിക്കൻ ഹെലികോപ്റ്റർ തകർന്നതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിൽ രൂപപ്പെട്ട അമേരിക്ക ഇറാൻ നേരിട്ടുള്ള കടുത്ത യുദ്ധമുഖവുമാണ്. ഈ 2 പ്രശ്നങ്ങളും പരസ്പരം ബന്ധമില്ലാതെ കിടക്കുന്ന കാര്യങ്ങളാണെന്ന് വിചാരിച്ചാൽ നമുക്ക് തെറ്റും. ലെബനനിലെ ബെയ്റൂട്ടിൽ വീണ ഒരു മിസൈൽ എങ്ങനെയാണ് ഹോർമൂസ് കടലിടുക്കിനെയും ആഗോള സാമ്പത്തിക രംഗത്തെയും ഒരേപോലെ ബാധിക്കുന്ന തരത്തിലേക്ക് പടർന്നു പിടിച്ചതെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം 3 ദിവസങ്ങൾ കൊണ്ട് ഒരു പ്രാദേശിക തർക്കം ലോകത്തിൻ്റെ വലിയൊരു തലവേദനയായിട്ട് മാറിയിരിക്കുകയാണ്. അത് വളരെ ആസൂത്രിതവുമാണ് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം, പേരിന് മാത്രം ഈ യുദ്ധവിരാമമുണ്ടല്ലോ, വെടിനിർത്തലുണ്ടല്ലോ, അത് നിലനിൽക്കുകയും കാര്യത്തിൽ കടുത്ത യുദ്ധം നടക്കുകയും ചെയ്യുന്ന ഈ പശ്ചാത്തലത്തിൽ 72 മണിക്കൂറിനുള്ളിൽ പശ്ചിമേഷ്യയെ ഉലച്ച യഥാർത്ഥ സൈനിക യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഇന്ന് രാവിലെ മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചത്, ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്ക് സംസാരിക്കാം കൃത്യമായിട്ടുള്ള ഡാറ്റയോടെ. അതോടൊപ്പം ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ ഫീഡിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ വെറും 10 മിനിറ്റിൽ, ലോകത്ത് നടക്കുന്ന വിവരങ്ങളൊക്കെ 10 മിനിറ്റിൽ അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ യൂട്യൂബ് അൽഗോരിതം ഇപ്പോൾ വീഡിയോസൊക്കെ പുഷ് ചെയ്യത്തുള്ളൂ. അൽഗോരിതമൊക്കെ കംപ്ലീറ്റ് ചേഞ്ച് ആയിരിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ലോകത്ത് നടക്കുന്ന ഏത് വിവരവും 10 മിനിറ്റിനുള്ളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ അവിടെ കൃത്യമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ എത്രത്തോളം ഗുരുതരമാണെന്ന് നമുക്ക് മനസ്സിലാവും. US സെൻട്രൽ കമാൻഡ് അഥവാ സെൻകോം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം തങ്ങളുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ വെടിവെച്ച് വീഴ്ത്തിയതിന് പ്രതികാരമായിട്ട് ജൂൺ 9-ാം തീയതി ഹോർമൂസിന് സമീപമുള്ള ഇറാന്റെ റഡാറുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തിരുന്നു. പക്ഷേ കഥ അവിടെ കൊണ്ടും തീർന്നില്ല കേട്ടോ. ജൂൺ 10 കഴിഞ്ഞ് ജൂൺ 11 ഇന്നേക്കും അമേരിക്ക ഇറാന്റെ ഉള്ളിലേക്ക് കയറി വീണ്ടും കനത്ത വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അമേരിക്കൻ പ്രഹരത്തിന് മറുപടിയായിട്ട് ഇറാന്റെ പിന്തുണയുള്ള സായുധ സേനകളുണ്ടല്ലോ, ഇറാൻ ഒരുപാട് പ്രോക്സി ഗ്രൂപ്പുകളുണ്ട്, നമ്മൾ ഒരുപാട് വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ. അവരൊക്കെ ഗൾഫ് മേഖലയാകെ മൊത്തത്തിൽ ഒരു ഭീകരാന്തരീക്ഷം, യുദ്ധങ്ങളൊക്കെ വ്യാപിപ്പിക്കുകയാണ്. 3 പ്രധാന രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയാണ് ഇന്ന് രാവിലെ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതലായിട്ട് ഭയപ്പെടുത്തുന്നത്. ജോർദാൻ മിലിറ്ററി ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചത് പ്രകാരം ഇറാന്റെ മണ്ണിൽ നിന്നും അവരുടെ അസ്രഖ് വ്യോമത്താവളമുണ്ട്, അവരുടെ ഒരു എയർബേസ് ആണ്, അത് ലക്ഷ്യമാക്കി പാഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് 20 കൂറ്റൻ മിസൈലുകളാണ്. ജോർദാൻ ആർമി ആകാശത്ത് വെച്ച് തന്നെ അത് മൊത്തം വിജയകരമായിട്ട് വെടിവെച്ച് വീഴ്ത്തുകയാണ്. ഒന്നാലോചിച്ച് നോക്കൂ, ഒരേ സമയം 20 മിസൈലുകൾ, അത് പതിച്ചിരുന്നതിലുണ്ടാകാൻ പോകുന്ന അപകടം നിസ്സാരമല്ല. അതുപോലെ തന്നെ ഇറാൻ ബഹ്റൈനിലേക്ക് ഒരുപാട് ഡ്രോണുകൾ ആക്രമിക്കാനായിട്ട് അയക്കുകയാണ്. അത് ബഹ്റൈൻ ആർമി വായുവിൽ വെച്ച് തന്നെ തകർക്കുകയാണ്. പക്ഷേ തകർത്തപ്പോൾ അതിൻ്റെ കനത്ത അവശിഷ്ടങ്ങളുണ്ടല്ലോ, അത് ചെന്ന് പതിച്ചിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ജനവാസ മേഖലകളിലാണ്. വീടുകൾക്കും വാഹനങ്ങൾക്കും ഒക്കെ കേടുപാട് സംഭവിച്ചതെന്ന് മാത്രമല്ല 11 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിക്കും ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയാണ്. ഇതോടെ ഗൾഫ് മേഖലയിലെ കനത്ത സുരക്ഷാ ഭീഷണിയെ തുടർന്ന് കുവൈറ്റ് തങ്ങളുടെ രാജ്യത്തിൻ്റെ വ്യോമപാത, അതായത് എയർ സ്പേസ് താൽക്കാലികമായിട്ട് പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെയാണ് കടൽ മാർഗമുള്ള ഇറാന്റെ അടുത്ത നീക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഹോർമൂസിലൂടെ ഒരു കപ്പലും പോകില്ല, അത് നമ്മൾ പൂർണ്ണമായിട്ടും അടച്ചു എന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷേ അമേരിക്ക പറയുന്ന കാര്യം എന്തെന്നാൽ അവിടെ കൂടെ വാണിജ്യ കപ്പലുകൾ ഇപ്പോഴും പോകുന്നുണ്ടെന്നാണ്. എന്നാൽ സത്യത്തിൽ നമ്മൾ കപ്പൽ ട്രാക്കിംഗ് ഡാറ്റ ഉണ്ടല്ലോ, അത് പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ഒരു രണ്ടും കൂടെ കലർന്നിട്ടുള്ള ഒരു ഹൈബ്രിഡ് യാഥാർത്ഥ്യമാണ്. 3 വലിയ LNG ഗ്യാസ് ടാങ്കറുകൾ തങ്ങളുടെ ലൊക്കേഷൻ കാണിക്കുന്ന ട്രാൻസ്പോണ്ടറുകൾ പൂർണ്ണമായിട്ടും ഓഫ് ചെയ്ത് ഒളിച്ചു കടന്ന് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അതിലൊന്ന് ഇന്ത്യയിലേക്കാണ് വരുന്നത്. അതായത് ഹോർമൂസ് ഇപ്പോൾ പൂർണ്ണമായിട്ടും തുറന്നിരിക്കുകയുമല്ല അടഞ്ഞിരിക്കുകയുമല്ല, മറിച്ച് അതൊരു ഭീകരമായിട്ടുള്ള യുദ്ധ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ കൂടെ പോകുന്ന കപ്പലുകളൊക്കെ എന്തോ കത്തിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള റീസെൻ്റ് ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി അടുത്ത ഭാഗത്തിൽ നമ്മൾ സംസാരിക്കേണ്ടത് ട്രംപിൻ്റെ പെട്ടെന്നുള്ള ഒരു നിലപാട് മാറ്റവും യു ടേണും കാര്യങ്ങളൊക്കെയാണല്ലേ. അതായത് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചിരുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു നയതന്ത്ര ഭാഷയിലായിരുന്നു. കഴിഞ്ഞ മെയ് 18-ാം തീയതി പാകിസ്ഥാൻ വഴി ഇറാന്റെ ഒരു സമാധാന നിർദ്ദേശം ലഭിച്ചപ്പോൾ ട്രംപ് തങ്ങൾ നടത്താനിരുന്ന വലിയൊരു ആക്രമണം താൽക്കാലികമായിട്ട് മാറ്റിവെച്ചതായിട്ടും ചർച്ചകൾ വിജയകരമാകാൻ വലിയ സാധ്യതയുണ്ടെന്നും എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. അതിനുശേഷവും കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നും ചർച്ചകളിൽ ഒപ്പുവയ്ക്കുന്നതുവരെ സാമ്പത്തിക ഉപരോധം തുടരുമെന്നുമൊക്കെയായിരുന്നു അമേരിക്കയുടെ ഔദ്യോഗിക നിലപാട്. അതായത് സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും സൈനികമായിട്ട് കനത്ത സമ്മർദ്ദം ചെലുത്തുന്ന രീതിയായിരുന്നു അമേരിക്ക തുടക്കം മുതലേ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ ജൂൺ 8-ാം തീയതി ഇസ്രായേലും ഇറാനും തമ്മിൽ നേരിട്ട് ചില ആക്രമണങ്ങളൊക്കെ നടത്തിയപ്പോൾ പോലും ട്രംപ് പരസ്യമായിട്ട് രംഗത്ത് വന്ന് 2 കൂട്ടരോട് നിങ്ങൾ ആക്രമണം നിർത്തണം, നിങ്ങൾ സമാധാനത്തിൻ്റെ പാത
പിന്തുടരണമെന്നൊക്കെ ആരാ പറയുന്നത്? ട്രംപ് പറയുകയാണ്. തൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇനിയും യുദ്ധവുമായിട്ട് മുന്നോട്ട് പോയാൽ അമേരിക്കയുടെ സഹായം ഉണ്ടാകില്ലെന്ന്, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് കടുത്ത ഭാഷയിൽ ഒരു രഹസ്യമായിട്ടുള്ള മുന്നറിയിപ്പും ട്രംപ് നൽകുകയാണ്. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്. ഇറാന് നേരെ നേരിട്ടൊരു വ്യോമാക്രമണം നടത്തുക എന്നത് ജൂൺ 8 വരെ അമേരിക്കയുടെ ആദ്യത്തെ ചോയ്സ് ആയിരുന്നില്ല. പക്ഷേ നമ്മൾ മുമ്പ് കണ്ട ആ ഒരു ഒമാൻ തീരത്തെ അപ്പാച്ചെ ഹെലികോപ്റ്റർ അപകടത്തോടെയാണ് അമേരിക്കയുടെ ഈ നിലപാട് പൂർണ്ണമായിട്ടും മാറിമറിഞ്ഞിട്ടുണ്ടായിരുന്നത്. തങ്ങളുടെ സൈന്യ ഹെലികോപ്റ്റർ ഇറാൻ ഡ്രോൺ ഉപയോഗിച്ച് വീഴ്ത്തിയെന്ന് വിശ്വസിക്കുന്ന അമേരിക്കയ്ക്ക് അതൊരു റെഡ് ലൈൻ ക്രോസിംഗ് ആയിരുന്നു. അതായത് തങ്ങളുടെ സൈന്യത്തിന് നേരെ കൈവച്ചാൽ വെറുതെ ഇരിക്കില്ല എന്ന നിലപാടിലേക്ക് അവർ മാറുകയാണ്. ഇതോടെ ജൂൺ 10 മുതൽ ട്രംപിൻ്റെ വാക്കുകൾ കടുക്കുകയാണ്. ഇറാൻ്റെ ചർച്ചകൾക്കായിട്ട് ഒരുപാട് സമയം കളഞ്ഞു, ഞങ്ങൾക്ക് ഒരുപാട് സമയം വേസ്റ്റായി പോയെന്നും കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇനി യുദ്ധമൊക്കെ നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഘടകം മറ്റൊന്നുമല്ല, ഹോർമൂസ് ആണല്ലേ. ഭൂപടം എടുത്തു നോക്കിയാൽ ഹോർമൂസ് കടലിടുക്ക് എന്നത് വെറും ഒരു ചെറിയ വര മാത്രമാണ്. പക്ഷേ ഇതൊരു സാധാരണ ജലാശയമല്ല, ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയാണ്. അമേരിക്കൻ എനർജി ഇൻഫോർമേഷൻ അഡ്മിനിസ്ട്രേഷൻ വ്യക്തമാകുന്ന കണക്കുകൾ പ്രകാരം ലോകത്ത് ഉപയോഗിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ 1/5 അതായത് 20% കടന്നു പോകുന്നത് ഈ വഴിയാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര വിപണിയിലെ LNG ഗ്യാസ് വ്യാപാരത്തിൻ്റെ 20% ഈ പാതയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ച് ഇത് പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടേണ്ട കാര്യമൊന്നുമില്ല. മറിച്ച് അവിടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ചെറിയൊരു സുരക്ഷാ ഭീഷണി ഉയർത്തിയാൽ പോലും അത് ആഗോള വിപണിയെ ഒന്നാകെ നിശ്ചലമാക്കാൻ പോകുന്നതാണ്. യുദ്ധത്തിന് മുമ്പ് ഇവിടെ ദിവസവും 125 മുതൽ 140 കപ്പലുകൾ വരെ പോരുന്ന സ്ഥാനത്ത് കഴിഞ്ഞ മെയ് മാസത്തെ കണക്കുകൾ പ്രകാരം അത് വെറും 11 ചുരുങ്ങിയിരുന്നു. അതായത് നിയമപരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളെക്കാൾ വലിയൊരു കപ്പൽ ഗതാഗത സ്തംഭനാവസ്ഥയാണ് ഇപ്പോൾ ഹോർമൂസിൽ ഉണ്ടായിരിക്കുന്നത്. ഇവിടെയാണ് ഗൾഫ് രാജ്യങ്ങൾ എന്തിനാണ് ഇത്രയധികം ഭയപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവർക്ക് കേവലം രാഷ്ട്രീയ തർക്കമല്ല, മറിച്ച് അവരുടെ നിലനിൽപ്പിൻ്റെ തന്നെ പ്രശ്നമാണ്. ബഹ്റൈനിലാണ് അമേരിക്കയുടെ 5ാം നാവികസേനാ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഖത്തറിലേക്ക് നോക്കുകയാണെങ്കിൽ ഖത്തറിലെ അൽ-ഉദൈദ് എയർബേസിൽ നിന്നാണ് അമേരിക്ക വലിയ വ്യോമാക്രമണങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇനി കുവൈറ്റിലേക്ക് വന്നാൽ അമേരിക്കൻ സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് ശൃംഖലയാണ് അവിടെയുള്ളത്. UAEയും സൗദി അറേബ്യയും ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര കേന്ദ്രങ്ങളാണ്. ഈ രാജ്യങ്ങൾക്കൊന്നും തന്നെ ഈ മേഖലയിൽ പൂർണ്ണമായിട്ടുള്ള ഒരു യുദ്ധമുണ്ടാകാൻ താല്പര്യമില്ല, മറിച്ച് അവരുടെ കപ്പൽ ഗതാഗതവും ബിസിനസ്സും ഒക്കെ സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സ്ഥിരതയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരാട്ടമുണ്ടല്ലോ, ഒന്നും പറയാത്ത ഇവരെ കൂടി ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചിരിക്കുകയാണ്. ഇതിനൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ പ്രതിസന്ധി കേവലം ഗൾഫ് മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നുള്ളതാണ്. ഇതിൻ്റെ യഥാർത്ഥ നിയന്ത്രണ രേഖ കിടക്കുന്നത് ലെബനനിലാണ്. ലെബനനിൽ ഒരു യുദ്ധവിരാമം, ഒരു വെടിനിർത്തൽ ഉണ്ടാകാതെ അമേരിക്കയുമായിട്ട് യാതൊരുവിധ സമാധാന കരാറിനും തങ്ങൾ ഏർപ്പെടുന്നില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ആകട്ടെ ലെബനൻ്റെ തെക്കൻ മേഖലകളിൽ തങ്ങളുടെ കനത്ത വ്യോമാക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വശത്ത് ഇസ്രായേൽ ലെബനനെ ആക്രമിക്കുമ്പോൾ ഇറാൻ ഗൾഫിൽ അവരുടെ രീതിയിൽ മറുപടി നൽകുകയാണ്, പ്രത്യാക്രമണങ്ങൾ നടത്തുകയാണ്. അതിന് അമേരിക്ക ഹോർമൂസിൽ തിരിച്ചടിക്കുന്നു. ഒടുവിൽ ഗൾഫ് രാജ്യങ്ങൾ അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നു. ഈ ഒരു ഭീകരമായിട്ടുള്ള ചങ്ങലയുണ്ടല്ലോ, ഒരു ചെയിൻ റിയാക്ഷൻ ഉണ്ടല്ലോ, ഇതൊരു ലൂപ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു ചക്രവ്യൂഹമാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ സംസാരിക്കേണ്ടത് ഇന്ത്യക്കുള്ള ആഘാതവും പ്രവാസി മലയാളികളുടെ അവർ നേരിടുന്ന ഒരു പ്രതിസന്ധിയുമാണ്. ഇന്ത്യയിലിരുന്നുകൊണ്ട് നമുക്കിത് ദൂരെയുള്ള ഒരു സംഭവമായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇന്ത്യക്ക് ആവശ്യമുള്ള എണ്ണയുടെ ഏതാണ്ട് 90% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. ഈ ഏപ്രിൽ മാസത്തിൽ മാത്രം ഇന്ധന ഇറക്കുമതി ചെലവ് 53% കുതിച്ചു ഉയർന്നിട്ടുണ്ടായിരുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ ഈ വലിയ പ്രതിസന്ധി നീണ്ടുപോയാൽ അത് രാജ്യത്ത് വലിയ രീതിയിലുള്ള വിലക്കയറ്റത്തിന് കാരണമാകുമെന്നും നമ്മുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള നമുക്ക് പെട്രോൾ ഡീസൽ വിലകളിൽ പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു ആ ഒരു വ്യത്യാസം അനുഭവപ്പെടാൻ പറ്റുന്നുണ്ടല്ലേ. അതോടൊപ്പം തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്? ട്രാൻസ്പോർട്ട് ചെലവുകളും വളം സബ്സിഡികളും അതൊക്കെ വർദ്ധിക്കുന്നത് വഴി ആ നിത്യോപയോഗ സാധനങ്ങളുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ വില വലിയ രീതിയിൽ ഉയരാൻ ഇത് കാരണമാകും. നമ്മൾ സവോള ഉപയോഗിക്കുന്ന എവിടെ നിന്നാണ്? പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ലോറികളിലാണല്ലേ. അപ്പോൾ ലോറിക്ക് ഇന്ധന ചെലവ് കൂടും, അപ്പോൾ സവോളയുടെ വില കൂടും. ഇതാണ് ഒരു യുദ്ധം കൊണ്ട് നമ്മൾ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെ പോലും വില കൂടുന്നൊരു സാഹചര്യം ഇതിൻ്റെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. യുദ്ധങ്ങൾ നിസ്സാരമല്ല, അത് ലോകത്തെ മൊത്തത്തിൽ ഒരേപോലെ ബാധിക്കും. ഇതിനെല്ലാം അപ്പുറം ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മളെ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു ന്യൂസാണ്. അതായത് ഒമാൻ തീരത്തുണ്ടായിട്ടുള്ള ടാങ്കർ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വശം കൂടി കാണേണ്ടത്. അതായത് ഗൾഫിലെ ഈ ഒരു യുദ്ധപ്പുകച്ചിലുണ്ടല്ലോ, അത് ഇന്ത്യൻ ജനതയെ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യം
കാര്യം നമുക്കറിയാം. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ഒരു ആണിക്കല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മളുടെ പ്രവാസി സഹോദരങ്ങളാണല്ലേ. നിലവിൽ UAE മാത്രം 35 ലക്ഷത്തിലധികം ഇന്ത്യക്കാരുണ്ട്. സൗദിയിലാണെങ്കിൽ 25 ലക്ഷത്തിലധികം പേരുമുണ്ട്. ഇതിൽ ഭൂരിഭാഗം പേരും മലയാളികളാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് അവിടെ കൂടി മിസൈലുകൾ പാഞ്ഞു തുടങ്ങിയ സാഹചര്യത്തിൽ അവിടെയുള്ള ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളുടെ സുരക്ഷയും ജോലിയും ഒക്കെ ഇപ്പോൾ വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണ്. വിമാനത്താവളങ്ങളും വ്യോമപാതകളും താൽക്കാലികമായിട്ട് അടച്ചുപൂട്ടുന്നത് വഴി നാട്ടിലേക്ക് വരാൻ നിൽക്കുന്ന പ്രവാസികളുടെ യാത്രകൾ അനിശ്ചിതത്വത്തിലാകുകയാണ്. ഇനി അതിൻ്റെ ടിക്കറ്റ് റേറ്റ്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഗൾഫിലുള്ളൊരു പ്രവാസിയോട് ടിക്കറ്റ് റേറ്റിലുണ്ടായ വർധനവിനെ പറ്റിയും ചോദിച്ചു നോക്ക്. പെട്ടെന്ന് അവർക്ക് വരാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട് ഈ വിലക്കയറ്റം കൊണ്ട് മാത്രം. കാരണം സാധാരണ ഒരു ശമ്പളത്തിൽ ജീവിക്കുന്നൊരു പ്രവാസിയായിരിക്കും, കിട്ടുന്നതൊക്കെ നാട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു 20,000 മുടക്കേണ്ട സ്ഥാനത്ത് 70,000 ഒക്കെയാണ് ഇപ്പോൾ കിടക്കുന്നത് എന്നുള്ളൊരു ഒരു സംഭവം കൂടി ഇവിടെയുണ്ട്. കാരണം മൊത്തം അവരുടെ എയർ സ്പേസും ഒക്കെ മൊത്തം പ്രശ്നമായി കിടക്കുകയാണ്. പല വിമാനങ്ങളും ആ ഒരു റൂട്ടിൽ സർവീസ് നടത്തുന്നില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു ടിക്കറ്റ് നിരക്ക് കൂടുമല്ലേ. ഇതെല്ലാത്തിനും കാരണം എന്താണ്? ഈ യുദ്ധമാണ്. അതിനപ്പുറം ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി കാരണം ഗൾഫ് രാജ്യങ്ങളുടെ ബിസിനസ്സും നിർമ്മാണ മേഖലകളും എണ്ണ വ്യാപാരവും ഒക്കെ തടസ്സപ്പെട്ടതിനാൽ അത് അവിടുത്തെ കമ്പനികളെ സാമ്പത്തികമായിട്ടുള്ളൊരു പ്രതിസന്ധിയിലേക്കാണ് നയിക്കുക. ഇത് പല പ്രവാസികൾക്കും ശമ്പളം മുടങ്ങുന്നതിനും പലർക്കും ജോലി നഷ്ടപ്പെടുന്നതിനും വരെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാമല്ലേ. കേരളത്തിലേക്ക് ഓരോ വർഷവും പ്രവാസികൾ അയക്കുന്ന 10,000 കോടി രൂപയുടെ റെമിറ്റൻസ് ലൈഫ് ലൈനിനെയാണ് ഈ ഒരു സാഹചര്യം നേരിട്ട് ബാധിക്കാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ഈ യുദ്ധങ്ങൾ കാരണം ഇന്ത്യക്ക് വെറും ഒരു പെട്രോൾ ബില്ലിൻ്റെ പ്രശ്നം മാത്രമല്ല ഉള്ളത്, ഇന്ധനവില കൂടുക എന്ന് പറയുന്ന ഒരു പ്രശ്നം മാത്രമല്ല ഉള്ളത്, മറിച്ച് നമ്മളുടെ പ്രവാസി സഹോദരങ്ങളുടെ മനുഷ്യജീവിതങ്ങളെയും കേരളത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ പ്രധാനമായിട്ടും 4 സാധ്യതകളാണ് പ്രവചിക്കപ്പെടുന്നത്. ഒന്ന്, ചർച്ചകൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാതെ ചെറിയ രീതിയിലുള്ള തിരിച്ചടികളുമായിട്ട് മുന്നോട്ട് പോവുക. 2, അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം ഇനിയും കടുത്ത രീതിയിൽ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുക. അപ്പോൾ അതുമൂലം മൂന്നാമത്തെ കാര്യമായിരിക്കും സംഭവിക്കാൻ പോകുന്ന ഒരു പൂർണ്ണമായിട്ടുള്ള യുദ്ധമുണ്ടായില്ലെങ്കിൽ പോലും ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പൂർണ്ണമായിട്ട് തടസ്സപ്പെടുകയും ഇൻഷുറൻസ് നിരക്കുകൾ കുതിച്ചു വരികയും ചെയ്യും. ഇനി നാലാമതായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ലെബനനും ഗൾഫും കപ്പൽപാതകളും എല്ലാം ചേർന്ന് മിഡിൽ ഈസ്റ്റിനെ ആകെ വിഴുങ്ങുന്ന ഒരു മഹായുദ്ധമായിട്ട് ഇത് മാറുക എന്നുള്ളതാണ് നാലാമത് സംഭവിക്കാൻ സാധ്യതയുള്ള. അതോടെ കഴിഞ്ഞുവല്ലേ, ലോകത്തിൻ്റെ തന്നെ ഗതി മാറുന്നൊരു പ്രശ്നമായിരിക്കും അവിടെ സൃഷ്ടിക്കാൻ പോവുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആഗോള വിപണിയിലെ ഭയവും അതോടൊപ്പം തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്ന ചർച്ചകളും കണക്കിലെടുക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം സംഭവിക്കാനാണ് സാധ്യത കൂടുതലുള്ളത്. അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ വഴികൾ കാണുന്നതല്ലേ. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു യുദ്ധവിരാമം ഉണ്ടായിരുന്നല്ലോ, വെടിനിർത്തൽ, സീസ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അത് പൂർണ്ണമായിട്ടും തകർന്നൊരവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു രാജ്യം റെഡ് ലൈൻ ക്രോസ് ചെയ്താൽ അതൊരു താൽക്കാലിക പ്രതിസന്ധി ആയിരിക്കില്ല, മറിച്ച് ലോകത്തെ ആകെ പിടിച്ചുലയ്ക്കുന്ന ഒരു വലിയ ആഘാതമായിരിക്കും അതുണ്ടാകാൻ പോവുക. ഹോർമൂസ് എന്നത് വെറും ഒരു കടലിടുക്കല്ല, ഇന്നത് ലോക സമ്പദ് വ്യവസ്ഥയും അമേരിക്കൻ ശക്തിയും ഇറാൻ്റെ പ്രതിരോധവും ഗൾഫ് രാജ്യങ്ങളുടെ ഭയവും നമ്മുടെ പ്രവാസികളുടെ ആശങ്കയും എല്ലാം ഒറ്റ ഫ്രെയിമിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു യുദ്ധമാണ്. ഈ കടുത്ത സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പ്രവാസിയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ പ്രവാസിയായിട്ട് ഗൾഫ് മേഖലകളിലുണ്ടോ, അവരെന്തൊക്കെയാണ് പറയുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. കാരണം കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നല്ല ചർച്ചാവേദി കൂടിയാണ്. അതോടൊപ്പം ഇത്തരം വാർത്തകൾ അറിയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഫാമിലിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെറിയൊരു സംഖ്യ മാറ്റിവെക്കുക എന്നുള്ളതാണ്. അത് ടേം ഇൻഷുറൻസിൻ്റെ രൂപത്തിലാണെങ്കിൽ ഫാമിലിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും. ആരും മരണപ്പെടാതിരിക്കട്ടെ, നമ്മളുടെ ഫാമിലിയുടെ ഒപ്പം ദീർഘായുസോടെ ജീവിക്കട്ടെ. പക്ഷേ ഇത് ഹെൽമറ്റ് വയ്ക്കുന്നത് പോലെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ പ്ലാൻ, വേണ്ട ഫീച്ചറൊക്കെ ആഡ് ചെയ്തെടുക്കാൻ വേണ്ട ആ ഒരു ലിങ്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. ഇത് തന്നെ എടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.